നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കി യോഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മാതാവ് വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത അജനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതായ വൃഗീത കാരുണ്യത്താർത്തിന്മാർഗം വർഗത്തിന് മുഴുവൻ ജീവനകം രക്ഷയുമേകാനാഗതേന വിമലത ശുചിയെ നിവയുള്ള മഹിമാവിയലും ദൈവജനത്രികന്യകമറിയാമീനും ഭേദവദന്നി മാനവനായി ദൂഷിതനായ ഞങ്ങൾക്കുടയോരാമശിയ നിജമൃതിയാലിവർദ്ധൻ മൃതിയെ മെതിച്ചു നിധനിച്ചോനെ അപരിഭാവന ത്രത്വേക സുമിതാവോടൊപ്പം ജീവനും ഋതുവിശ്വാസമിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലാ ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോ ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളുവോർക്കൊക്കേഴും ഭാഗ്യമിതെന്നറിയിച്ച് സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ. ശ്രീകാരിയുടെ സ്തുതിയും നമ്മുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിനു ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോ സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോന്യ ഭാഷ പാർക്കുമോ. പൗലോസിനെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചതിനും ആഹായി പാർക്കുമോ. ശ്രീകാരിയുടെ സ്നേഹം നമ്മുടെ വേദന അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ സമക്ഷത്തെ താഴ്മയുള്ളവനെന്നും സകലത്തിലിരിക്കും നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തിയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുത് എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുമോ. സ്തുതിബലികളണശേരിടുവേ കർത്തൃ പ്രാകാരി നിർമ്മല കാഴ്ചയുമാ കർത്തേനെ സ്തുതി മദ്ബഹാമുൻപിൽ ഹാലേലൂയ. ബാർഖമാർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവന്റെ വിഷയം പ്രസംഗിക്കുന്ന പ്രസംഗകനായ മോർമത്തായ സ്ലിഹായിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷിതായ തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവനോ നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ചു ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ അരുളി ചെയ്തു, സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുവാൻ അത് രാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥനോട് സദൃശ്യമാകുന്നു. ദിവസത്തേക്കൊരു ദിനോർ കൂലി എന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു.
3-ാം മണി നേരത്തെ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചന്തയിൽ മിലക്കെട്ട് നിൽക്കുന്ന ചിലരെ കണ്ടു. അവരോട് നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുകയും ന്യായമായ കൂലി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. അവൻ വീണ്ടും ചെന്ന് 6-ാം മണിക്കും 9-ാം മണിക്കും അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണിക്കും അവൻ പോയി മിനക്കെട്ട് നിൽക്കുന്ന വേറെ ചിലരെ കണ്ട് അവരോട് ദിവസം മുഴുവൻ നിങ്ങൾ മിനക്കെട്ട് നിൽക്കുന്ന എന്തേന്ന് ചോദിച്ചു. അവർ അവനോട് ആരും ഞങ്ങളെ കൂലിക്ക് വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അവൻ അവരോട് നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ, ന്യായമായത് നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ തൻ്റെ ഭവന വിചാരകനോട് നീ വേലക്കാരെ വിളിച്ച് അവസാനത്തവർക്ക് മുതൽ ആദ്യം വന്നവർക്ക് വരെ അവരുടെ കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. 11-ാം മണിക്ക് ചെന്നവർക്ക് ഓരോ ദീനാർ ലഭിച്ചു. ആദ്യം വന്നവർ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് വിചാരിച്ചു, എന്നാൽ അവർക്കും ഓരോ ദീനാർ കിട്ടി. ഇത് വാങ്ങിയിട്ട് അവർ വീട്ടുടമസ്ഥനോട് നിരസപ്പെട്ടു. ഈ അവസാനം വന്നവർ 1 മണിക്കൂർ മാത്രമേ വേല ചെയ്തുള്ളൂ. പകലത്തെ ഭാരൂഷണവും സാഹിത്യങ്ങളെ നീ അവർക്ക് തുല്യരാക്കിയില്ലയോ എന്ന് പറഞ്ഞു. വീട്ടുടമസ്ഥന് ഉത്തരമായി അവരിൽ ഒരുവനോട് പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായമായി ഒന്നും ചെയ്യുന്നില്ല. നീ എന്നോട് 1 ദീനാർ കൂലി സമ്മതിച്ചില്ലയോ? നിന്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. നിനക്കെന്നതുപോലെ അവസാനത്തവനും കൊടുക്കുവാൻ എനിക്കിഷ്ടം. എൻ്റെ വകകൊണ്ട് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലയോ? ഞാൻ നല്ലവനാണെന്നതിനാൽ നീ അസൂയപ്പെടുന്നത് എന്തിന്? അങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമായി തീരുമെന്ന് യേശു തമ്പുരാൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. മാർ പൗലോസേ, പുണ്യനിധി പരിശുദ്ധ നിൻ നാഥനോടർത്ഥിക്കുക നിന്നോർമതിനെ ഞങ്ങൾക്കായി വേഗത്തിൽ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചീശൻ സഭയെ പ്രതിയാചിക്കുന്നവയെല്ലാം നൽകുന്നു. ശാന്തി സഭയ്ക്കും മക്കൾക്കെല്ലാം മോചനവും നാഥൻ നൽകട്ടെ. പാരിടമെങ്ങും നിൻസ്മൃതി അവരാഘോഷിച്ചിടോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പ്രബലതയും മാഞ്ഞുപോകാത്ത നല്ല ഔന്നത്യവും സദാ ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ബാറക്കുമോർ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന തൻ്റെ വിലയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കുർബാന അനുഗ്രഹീതവും മാതൃഫലം മഹനീയവുമാകുന്നു. സ്ലീബായിലേക്ക് കയറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കളുടെ ബലികളിൽ ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാവുന്ന പെണ്ണാട്ടിൻകുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബഹുൽഹുനിയവുമോ സദഹായിൽമീൻ. ബാറക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ,
സ്നേഹപൂർവമായ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാഭാവങ്ങളെയും വിശ്വാസികളായ നിന്റെ സലേനങ്ങളുടെ പാവങ്ങളെയും മായിച്ച് ഉത്തമനെ ദയതോ നീ ഞങ്ങൾ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധി മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനുമഞ്ഞളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹായാവേ, ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേറണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകലഘടന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, ക്രോധത്തിന്റെ വെടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതിന് യോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി തന്ന് നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും എന്നും അർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളുടെ കൈകളിൽ നീ ധൂപത്തെ നീ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് ഞങ്ങളെ സമീപിക്കണമേ. ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിൽക്കുന്നതിൻ്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും എന്നും അർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. കർത്താവിന്റെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും ഒന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും നാശനമാവുന്ന ഞാൻ ഇപ്രകാരം ഉത്തരമായി എൻ്റെ ദൈവത്തോടെ കീർത്തിച്ച് പറയുന്നു. ഖാദീശ് ആബോ ഖാദീശ ഖാദീശ് ബ്രോ ഖാദീശ ഖാദീശ് റൂഹായോ ഖാദീശോം. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും മാതാപിതാക്കന്മാരുടെ മേലും സഹോദരീ സഹോദരങ്ങളുടെ മേലും പ്രഭുക്കന്മാരുടെ മേലും ഗുരുക്കന്മാരുടെ മേലും മരിച്ചുപോയവരുടെ മേലും വിശുദ്ധി മഹത്വമുള്ള വിശുദ്ധ സഭയുടെ പ്രജകളായ മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും കരുണ തോന്നി പാപിയായ തന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാവുന്നു.
ബാറക്മോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശം സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സരാംശത്തിൽ പിതാവിന്റെ സമത്വമുള്ളവനും സ്വലാന്തരാത്മാതിരമായി നിർമ്മിച്ചവനും തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധന്യമറിയാവുന്ന ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ എഴുത്തുമാക്കുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തിലിരിക്കുന്നവരും രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും കാതോലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസാം യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതുധാ ഇതു ഇതു തന്നെ കരുണാസ ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കുന്നീ കുർബാന പ്രിയരേതു കരുണയുടെയോ അലിവിൻ്റെയോ സമയം ദാ നൽകും സമയം താൻ ദൂരസർ സവിദസ്തരുമാ തമ്മിൽ നിരക്കും സമയം ദാ അതിനാൽ സോദരരെ വരുവീ നൊരുപോൽ കരുണയിരം നീടാ നാഥാ കൃപസി തീടണമേ നാഥാ കൃപസി യുഗകനിവാ അടിയാരോട് കൃപ ചെയ്യണമേ നല്ലവനെ ഞങ്ങളുടെ ബലഹീനതയെ
കരുണയുള്ളണമേ നാമെല്ലാവരുമൊത്തൊരുമേ ചട്ടകസിച്ചുരചീണം Amin. Barakmo stamen galo. ബാറക്കുമോർ കർത്താവേ, സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നും അർപ്പിക്കുന്നു. ഹോശാ വബ്കുല സുബാൻ ലുൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും ഓരോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുടയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ മദ്ബഹാ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസന്മാർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നും അർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും നീക്കും തന്നെ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ ദൂരത്താക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നും അർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ബാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ളതിനെ സകലത്തിന്റെയും ഉടയവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തന്യായവുമാകുന്നു. കർത്താവേ, പരിശുദ്ധ മാലാഹമാരുടെയും പ്രധാന മാലാഹമാരുടെയും ഗണങ്ങളോടൊരുമിച്ച് കീർത്തന ശബ്ദത്താൽ ഞങ്ങൾ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ഖാദീസ് പാടി വിശ്വേശ്വരനെ മഹത്വപ്പെടുത്തുന്നു. മസഖീനാൻ ഒമറിനാൻ ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാവമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ടതായ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ ദുർക്കരങ്ങളിൽ അപ്പോഴത്തെ പിതാവാം ദൈവമേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ചേ തന്റെ പരിശുദ്ധ സ്ലീഹന്മാരാ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാവുന്നു എന്ന് കൽപ്പിച്ച് അരുളി ചെയ്തു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും മിതമായി ചേർത്ത് കലർത്തിയതായ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. പരിശുദ്ധ സ്ലിഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനും ചെയ്യുവീൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എന്റെ രക്തമാവുന്നു അരുളി ചെയ്തു. ഈ പ്രബോധനത്തിനും ഈ സമാശ്വാസത്തിനും പുറമേ ഈ കൂതാശ നിങ്ങൾ അന്വേഷിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തിൻ്റെയും എൻ്റെ പുനരുദ്ധാനത്തിൻ്റെയും ഓർമ്മയെ നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുവീനെന്ന് താൻ അവരോട് മുൻകൂട്ടി കൽപ്പിച്ച് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ നിന്റെ രക്ഷാകരമായ വ്യാപാരത്തെ മുഴുവനായും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തനങ്ങൾക്കനുസൃതമായി പ്രതിഫലം കൊടുക്കുന്ന പ്രയോജനമായി നിന്റെ പുനരാവൃത്തിയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ മനോവേദനയോടെ അപേക്ഷയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായ യഹോവേ, കരുണയോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നെ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട്
എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി നല്ലവനെ ദയവ് തോന്നി എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ റൂഹായ പ്രത്യാശീർവദിച്ചതിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരമായി പൂർവാന്തരപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റൂഹാ പൂർണിയാവശ്യിച്ച് കലർത്തപ്പെട്ട ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായി പൂർത്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാർ ഈ വന്യപിതാക്കന്മാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്കും വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവകർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനവും അതിലേടന്മാർക്ക് ഉത്തമവും പ്രശാന്തമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരിൽ നിയമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല ഭാർഗമോർ സർശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിൽപ്പെട്ട് നിന്നെല്ലാ ശ്രീതിനോട് രക്ഷയ്ക്ക് വേണ്ടിയും വേദത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെയും എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശ്വയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യയ്ക്ക് ഹൃദയം ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമാർത്താവേ, നീ ജപിച്ചാച്ചിന്റെ ആരാധന അപേക്ഷാശബ്ദം കേൾക്കണമേ. നിന്റെ സഭനെ കണയ്ക്കുന്ന കാഴ്ചകളെയും ആദ്യഫലങ്ങളെ അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നാഥാ, നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും സമർപ്പിക്കുന്നു. ബാധിക്കുമോ 4 ഭാഗമുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസം വിശ്വാസികളും സത്യവിശ്വാസികളുമായ സണ്ണവർണ്ണാകത്തെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സഭകളും സുഖ തരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേ ദൈവകർത്താവേ, ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും സമർപ്പിക്കുന്നു. ഭക്തിമായ ദൈവമതായ മറിയാവിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരെ നിബിയന്മാരെയും പ്രസംഗകരായ സ്ലീഹന്മാരെയും എവെങ്കലിസ്തന്മാരെയും സഹദേന്മാരെയും മധ്വാന്യന്മാരെയും മൗത്തുലമായ മസ്തഫാനിയോസിനെയും സ്ലീഹന്മാർ തലവന്മാരായ ഒന്നുപെട്ട പത്രോസിനെയും പൗലോസിനെയും നമ്മുടെ പിതാവുമായ മാർത്തോമാസിനെയും പ്രത്യേക നമ്മളിൽ നാളുടെ പെരുന്നാൾ കൊണ്ടാടുന്നു. ആ പുണ്യസ്ലീഹന്മാരായ മോർ പത്രോസ് പൗലോസ്ലീഹന്മാരെയും
ശേഷമുള്ള സ്ഥലശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഈ സമയം തിരുസന്ധിയെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറയേക്കും തന്നെ. ആമീൻ. ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഓശോ വിശ്വാസങ്ങളുടെ പരതരത്തെറ്റുകളെ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരത്തോട് ബന്ധമുള്ളവർ നിന്റെ ഏകപുത്രൻ മാത്രമല്ല, നിഷ്കളങ്കനായ മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, വിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോരിക്കുന്ന സ്വലമരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സൂടാതെയും അറിവോട് അറിവോടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ദൈവകർത്താവേ, ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാനവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധരുടെ നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വബുകൂല സുബാലവൽമീ. തലമുറകളായ തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 310. പൗലോസ്ലീഹ തന്നോട്ടത്തിൽ കർത്താവീന്തോ ജാതി കാർക്കും വീണ്ടും വീണ്ടും നൽകി വിശ്രാമം കൂടാതെന്നു വ്യാപാരം ചെയ്ത സർവം ദേശം സർവം മാർഗം താൻ ചെന്നറി രാജോക്തിയാക്കി മേലാക്കി പാത്തുക്കപ്പെട്ടു സ്വർഗം പ്രാപി പാണ്ഡനാത്മം ദേഹം വീട്ടോ സാദോഷം നാൽമത്തെ കൈ കൊണ്ടിടാനായി നിർദ്ദേശിച്ചാൽ സ്വർലോകേശൻ തൻ സൈന്യത്തെ പൗലോസ്ലീഹ തന്നോട്ടത്തിൽ കർത്താവീന്തോ ജാതി കാർക്കും വീണ്ടും വീണ്ടും നൽകി വിശ്രാമം കൂടാതെന്നു വ്യാപാരം ചെയ്ത സർവം
സർവമാർഗം താൻ ചെന്നെത്തി രാജോക്തിയാകീഴ്മേലായി കീപ്പാ തൂക്കപ്പെട്ടോ സ്വർഗം പ്രാപി പാന്തന്നാത്മം ദേഹം വേട്ടോ ആഘോഷം താത്മത്തെ കൈ കൊണ്ടിടാനായി നോർദേശിച്ചാൻ സ്വർലോകേശൻ തൻ സൈന്യത്തെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാറക്കുമോർ നമ്മുടെ മശിഹാതമ്പുരാനോട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തന്റെ വിശുദ്ധ രൂപമായി മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിന്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ഫലമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കാരുണ്യവാനായ പിതാവാൻ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായികളും അതരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ബലഹീനരായ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. പരീക്ഷകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെതുമാകുന്നു. ഹോസോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ, അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായുള്ളവനിക്കുന്നു. കർത്താവേ, നിന്റെ അദൃശ്യമായ വലതു കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളെയും നീക്കി ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങൾ വെടിപ്പോടെ ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് യോഗ്യമാകുന്നു. ഓശോ വബുകുൽ സുബ്ഹാൻ ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും
സൃഷ്ടിയല്ലാത്ത സ്വയംഭൂമനാത്യന്തവും വന്യവും സാരാംശത്തിൽ നിന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാറക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ പരിശുദ്ധനെല്ലാം ആമീൻ. ഒന്നായി കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ മൂല്യമായ പങ്കപ്പാടുകളാൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമായ സ്ഥലത്തെയും പരിപൂർണമാക്കി തേക്കുന്ന ജീവനിലേക്ക് പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരേ നിന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യാ ഓ ഹാലേലൂയ ദിൻവലമായി രാജഭാമിനിയോ മോഹിപ്പാൻ ഹാലേലൂയ ഹാലേലൂയ നിന്ദിനമോർക്കായിക വിവരഗ്രഹം ബാറക്കുമോ ോരേകസുതൻ തൃക്കരങ്ങളിലലിവാണ്ട പൊക്കലവേഷയടക്കേണം സോമൻകാലസ്കുറിയേരായി സോ മഞ്ഞമകൾ കായി ശ്ലോമോ ഗീതോധവരെ നിന്നോടു കൂടെ നാഥൻ നിൽക്കാനുദയമതും ബാറുക്കുമോ ശബോലാബോ ലബുറോ വൽറൂഹോ കാദീശോ അഖില ജഗൽ പാതിയേ നായകനായിതിഹാസീശ അതിബഹുമാനീച്ചു മാറിയ മാലുദാം പടവായ മുറിയോറാഹേ മേലൈനോ ആധാരേ തീടരുതേ മാ
മാതാവേ ഞങ്ങൾക്കായുള്ളർത്തനയെ ഞങ്ങളിലാർദ്രത തോന്നിട നേകാത്മജനോടർത്തിക്കാം. നയവൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ. വളരും അവൻ ലബാനോന്റെ കാരകിൽ പോൽ. അവർ തളിരിട്ടതഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. റൂഹോ കാദീശോ ഓലം വാദാമൽ ഓലം വൽമീനാമീ. ഒരുപോലിങ്ങും മാർ പത്രോസ് പൗലോസ് മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്ക. പാർക്കുമോ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാന്യമോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മാർ പത്രോസ് ശ്ലീഹായും മാർ പൗലോസ് ശ്ലീഹായുടെയും ഓർമ്മയും സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അവരുടെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒഴുക്കി കൊടുക്കുകയും ചെയ്ത കർത്താവിന് തൻ്റെ ശ്ലീഹന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും ഓർമ്മ പെരുന്നാളിനെ കൊണ്ടാടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബുക്കുലഹുൻ യൗമോസയായിലുൽമീൻ. സൗന്ദര്യ ശ്രേഷ്ഠന്മാരായ മാർ പത്രോസ് ശ്ലീഹ മാർ പൗലോസ് ശ്ലീഹ ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും പരിശുദ്ധാത്മാ കീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിങ്ങളെ പുകഴ്ത്തി മഹാസന്തോഷത്തോടെ പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിൻ്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവരുമായ മാർ പത്രോസ് ശ്ലീഹ മാർ പൗലോസ് ശ്ലീഹ നിങ്ങൾ ഭാഗ്യവാന്മാരാവുന്നു. ജെറമിയായും ശൗമേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാന്മാരായ മാർ പത്രോസ് മാർ പൗലോസ് നിങ്ങൾ സൗഭാഗ്യശാലികളാവുന്നു. തങ്ങളുടെ നാഥൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ വിചാരകന്മാരായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മാർ പത്രോസ് ശ്ലീഹ മാർ പൗലോസ് ശ്ലീഹ നിങ്ങൾ ഭാഗ്യവാന്മാരാവുന്നു. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാവുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപവടികൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാവുകയും ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ഊർസ്ലേമിയ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യണമേ. നിങ്ങൾക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും ഇപ്പോഴും എന്നേക്കും സ്തുതികരേറ്റുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലുൽമീൻ കൈക്കൊള്ളുമാറാകട്ടെ. പ്രാർത്ഥനയിൻ സമയമേതല്ലു മാർ പത്രോസ് ശ്ലീഹ
പതിവേൻ പാടുവിനെ തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടു ശ്രദ്ധിച്ചിടം നീ ആക്കൈവാഴ്ത്തേണം പറക്കുമോ നിന്നവരെ ശ്രീഹ ദിന്നമയെ ബഹുമാനേശ സുതനോ സ്തോത്രം നിന്നെ മൂടിച്ചൂടിയിടം റൂഹാവന്നേ നിൻ പ്രാർത്ഥന കൃപയേറ്റ ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ നാമത്തിൽ തനിക്ക് സ്തുതി. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്ദനായ യൂഹാനന്മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, വന്യ റമ്പാച്ചന്മാരെ, ഷമ്മാശന്മാരെ, വൈദിക സെമിനാരി വിദ്യാർത്ഥികളെ, ഈ സ്വർഗീയമായ ആരാധനയിൽ സംബന്ധിക്കുന്ന പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ ബലഹീനായ എൻ്റെ സ്നേഹ വന്ദനം. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ദിവസം വളരെ പ്രാധാന്യമേറിയ ഒരു ദിവസമാണ്. മോറാനായ പെരുന്നാളുകളുടെ പട്ടികയിൽ വരുന്ന പരിശുദ്ധ, അതിന് സമാനമായി വരുന്ന ഒരു വലിയ പെരുന്നാളാണ് ജൂൺ 29 പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പെരുന്നാൾ. ഒരു വലിയ നോയമ്പിൻ്റെ പരിസമാപ്തി കൂടിയാണ് ഈ ദിവസം. പരിശുദ്ധ സഭയുടെ 5 കാനോനിക നോയമ്പുകളിൽ എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട നോയമ്പാണ് സ്ലീഹ നോയമ്പ്. നാളെ 12 സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, പരിശുദ്ധ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വലിയ പള്ളിയിൽ നിങ്ങൾക്കും എനിക്കും ഈ നോയമ്പിൻ്റെ ശ്രേഷ്ഠമായ ചിന്തകളോടുകൂടി ഈ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുവാൻ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നോയമ്പിൻ്റെ പരിസമാപ്തിയിൽ പരിശുദ്ധന്മാരെ പോലെ കർത്താവ് യേശുമിശിഹായെ സ്വീകരിക്കുവാനുള്ള വലിയ ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദ ലൈഫ് ഓഫ് സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ റിമൈൻഡ്സ് us that we can make our life sublime. എന്തിനാണ് പരിശുദ്ധന്മാരുടെ പെരുന്നാൾ, അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ ശ്രേഷ്ഠമായ ദിവസമായി നിങ്ങൾ ഞാനും കൊണ്ടാടുന്നത്? വെറും ഒരു ഓർമ്മയോ വെറും ഒരു പെരുന്നാൾ ആചരണമോ അല്ല. അതിനപ്പുറമായി അവരുടെ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതവും ശ്രേഷ്ഠമാക്കണം, ഉദാത്തമാക്കണം എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ദ ലൈഫ് ഓഫ് സെയിന്റ് പീറ്റർ ആൻഡ് സെയിന്റ് പോൾ റിമൈൻഡ്സ് us that we can make our life sublime.
പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തോലൻ്റെയും പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തോലൻ്റെയും ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതവും ശ്രേഷ്ഠമാക്കാം. എന്താണ് അവരുടെ ജീവിതം? അവർ യേശു ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതത്തെ രക്തസാക്ഷിത്വ മരണത്തിലൂടെ ശ്രേഷ്ഠമാക്കി. അവരുടെ ജീവിതം ശ്രേഷ്ഠമാകുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പാടുന്നുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലപ്പെട്ടതാകുന്നു. നമ്മുടെ വാങ്ങിപ്പോയവരുടെയൊക്കെ ജീവിതം കർത്താവിന് സുഗന്ധ ധൂപമായി, സൗരഭ്യവാസനയായി വിലപ്പെട്ടതായി തീർന്നു. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ വാങ്ങിപ്പോയ അപ്പച്ചൻ അമ്മച്ചി, നമ്മുടെ വാങ്ങിപ്പോയവരുടെ ശ്രേഷ്ഠമാകുന്ന ജീവിതത്തെ നമുക്ക് നോക്കാം. ഈ പരിശുദ്ധന്മാരുടെ കാലടികൾ പിന്തുടർന്നവരാണവർ. അപ്പോൾ നമുക്കെന്താ ഉത്തരം കൊടുക്കാൻ ഒക്കുന്നത്? എന്താ നമ്മുടെ ശ്രേഷ്ഠത? നമ്മുടെ ഈ ജീവിതം അവരുടെ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതവും ശ്രേഷ്ഠമാക്കണം. നമ്മുടെ വാങ്ങിപ്പോയവർ ഈ നോയമ്പിൻ്റെ പരിസമാപ്തിയിൽ നമുക്ക് നൽകുന്ന വലിയൊരു ചിന്തയുണ്ട്. അവരവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കിയത് എങ്ങനെ? നോയമ്പാലും ദണ്ഡ നമസ്കാരത്താലും കുടുംബ പ്രാർത്ഥനയാലും സ്വർഗീയമായ ആരാധനാ ജീവിതത്താലും കൗദാശിക ജീവിതത്താലും നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി. അതിനവരെ പ്രേരിപ്പിച്ചത് ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ സ്ലീഹന്മാരുടെ ശ്രേഷ്ഠമാകുന്ന ജീവിതമാണ്. നമ്മുടെ സഭയിൽ ഏറ്റവും ശ്രേഷ്ഠനും മഹാപരിശുദ്ധനുമായ പരിമല തിരുമേനിയുടെ അരുമ മക്കളാണ് നമ്മൾ. ആ പരിശുദ്ധ പിതാവിൻ്റെ ഖബറിടത്തിലേക്ക് ഈ വലിയ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങളും ഞാനും ഒരു തീരുമാനമെടുക്കുന്നു. നോയമ്പാലും ഉപവാസത്താലും പ്രാർത്ഥനയാലും നന്മ നിറഞ്ഞ ജീവിതത്താലും ഞങ്ങളുടെ ജീവിതത്തെയും ദൈവമേ ശ്രേഷ്ഠമാക്കണമേ. ആയതിനായി പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങളുമൊത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. പത്രോസ് പൗലോസ് സ്ലീഹന്മാർ അവർ രക്തസാക്ഷികളായി. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ വാളാൽ കൊല്ലപ്പെട്ടു. ആരാ കൽപ്പന പുറപ്പെടുവിച്ചത്? ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് അനേകം പരിശുദ്ധന്മാർ ഈ സഭയ്ക്ക് രക്തസാക്ഷികളായി തീർന്നവരുടെ പട്ടികയിൽ നീറോ ചക്രവർത്തി പത്രോസിനെയും പൗലോസിനെയും കൊല്ലുവാനായി ആജ്ഞ പുറപ്പെടുവിച്ചു. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെടുമ്പോൾ പൗലോസ് വാളാൽ കൊല്ലപ്പെട്ടു, രക്തം ചിന്തി മരിച്ചു. മാർട്ടിയേഴ്സ്, രക്തസാക്ഷികൾ. അവരുടെ രക്തസാക്ഷിത്വം, അവരുടെ രക്തം പരിശുദ്ധ സഭയുടെ കൊമ്പ് ഉയരുവാൻ കാരണമായി. സഭ പടർന്നു പന്തലിക്കുകയാണ്. സഭ ലോകമെങ്ങും വ്യാപിക്കുകയാണ്. സഭയുടെ വളർച്ചയ്ക്ക് അവരുടെ രക്തസാക്ഷിത്വം അത് വളമായി തീർന്നു. എല്ലാ പരിശുദ്ധന്മാരുടെയും ജീവിതത്തെക്കുറിച്ച് പറയുന്നു. അവരുടെ ജീവിതം സഭയുടെ ശ്രേഷ്ഠതയുടെ കൊമ്പ് ഉയരുവാൻ കാരണമായി. അവർ യേശുവിനായി, അവരെ വിളിച്ചവൻ്റെ വിശ്വസ്തതയ്ക്ക് മറുപടിയായി അവരുടെ ജീവിതത്തെ രക്തസാക്ഷിത്വത്താൽ നിറച്ച് ശ്രേഷ്ഠമാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയിൽ രക്തസാക്ഷികൾ ഇല്ല. എന്തുകൊണ്ടില്ല? പീഡകളില്ല. ചക്രവർത്തിമാരുടെ പീഡകൾക്ക് മുമ്പിൽ തലകുനിച്ച് അവരുടെ ശരീരത്തെ നുറുങ്ങ ആക്കി രക്തം ചിന്തി മരിച്ച ഒരു ചരിത്രം.
ഇന്ന് സഭയ്ക്ക് രക്തസാക്ഷികൾ ഉണ്ടാവണം. അവരുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളും ഞാനുമാണ് രക്തസാക്ഷികൾ. എങ്ങനെയാ രക്തസാക്ഷിയാകുന്നത്? അവർ രക്തം ചിന്തി യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ കൊമ്പുകൾ ഉയരുവാൻ കാരണമായി എങ്കിൽ അവരുടെ മക്കളായ നിങ്ങളും ഞാനും രക്തസാക്ഷികൾ ആവേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാവാം? ശരീരം നുറുങ്ങായി തുണ്ട് തുണ്ടായി മുറിച്ചു മാറ്റപ്പെടുന്ന, അല്ലെങ്കിൽ ശരീരത്തെ രക്തം ചിന്തി ശരീരത്തെ കൊല്ലുന്ന അനുഭവങ്ങൾ നമുക്കില്ലെങ്കിലും ഇന്ന് നിങ്ങളും ഞാനും ഒരു രക്തസാക്ഷിയായി തീരുന്നത് പാപത്തിൻ്റെ വേരുകളെ അറുത്ത് കളയുമ്പോഴാണ്. അവിടെ ഒരു രക്തസാക്ഷി ജനിക്കുകയാണ്. സഭയിൽ ഇന്ന് 2 വിഭാഗം രക്തസാക്ഷികളുണ്ട്. ഒന്ന് രക്തം ചിന്തി മരിക്കുന്ന റെഡ് മാർട്ടിയേഴ്സ്, റെഡ് രക്തം ചിന്തി മരിക്കുന്നു. ചുവപ്പിൻ്റെ വലിയ സാക്ഷികളാണ്. രക്തം, ബ്ലഡ്, ചുവപ്പ് നിറം, രക്തം, റെഡ് മാർട്ടിയേഴ്സ്. നിങ്ങൾ ഞാനും 2ാമത്തെ വിഭാഗത്തിൽ പെടുന്നു, വൈറ്റ് മാർട്ടിയേഴ്സ്. പരിമല സ്വർഗീയമാവുന്ന ഈ ആരാധനയെ സംബന്ധിക്കുന്ന സഭാമക്കൾ വൈറ്റ് മാർട്ടിയേഴ്സാണ്. 2ാമത്തെ വിഭാഗത്തിൽ പെടുന്നു. അവിടെയും എന്താ കാണുന്നത്? വെണ്മയുടെ, വിശുദ്ധിയുടെ, വെടിപ്പിൻ്റെ രക്തസാക്ഷികൾ. വൈറ്റ് വിശുദ്ധിയുടെ പര്യായമാണ്. എങ്ങനെയാ അതുണ്ടാവുന്നത്? പാപത്തിൻ്റെ വേരുകളെ അറുത്ത് കളയുന്ന രക്തസാക്ഷികൾ. നമ്മുടെ പൂർവിക പിതാക്കന്മാർ, പരിശുദ്ധനായ പരിമല തിരുമേനി ഒക്കെ വൈറ്റ് മാർട്ടേഴ്സിന്റെ നിരയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. എങ്ങനെ? അവരും കൊല്ലപ്പെടുകയാണ്. അവർ കൊല്ലുകയാണ്. എന്തിനെ കൊല്ലുന്നു? പാപത്തിൻ്റെ വേരുകളെ കൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയിൽ വിശുദ്ധ അനുതാപത്തിൻ്റെ പ്രസക്തി ഇതാണ്. വിശുദ്ധ കുംഭസാരത്തിൻ്റെ പ്രസക്തി ഇതാണ്. ഓരോ നോയമ്പിലും പരിശുദ്ധ സഭയുടെ രക്തസാക്ഷികളുടെ പട്ടികയിൽ നിങ്ങളും ഞാനും കൂട്ടിച്ചേർക്കപ്പെടുന്നു. വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളാകുമ്പോൾ പാപത്തിൻ്റെ വേരുകളെ നിങ്ങളും ഞാനും അറുത്ത് കളയുന്നു. ഇവിടെ കൊല്ലപ്പെടുകയല്ലേ? എന്താ കൊല്ലുന്നത്? എന്തിനെയാ കൊല്ലുന്നത്? പാപത്തെ. നമ്മുടെ ഉള്ളിലെ നിങ്ങളും ഞാനും ചെയ്തു പോയ അതിക്രമങ്ങളെ, പാപത്തിൻ്റെ വേരുകളെ വിശുദ്ധ അനുതാപത്താൽ അറുത്ത് കളയുന്നു. ഇത് ശ്രേഷ്ഠമായൊരു ചിന്തയാണ്. നമ്മുടെ പാപത്തിൻ്റെ വേരുകളെ സ്വർഗീയമാകുന്ന വിശുദ്ധ അനുതാപത്താൽ അറുത്ത് കളഞ്ഞ പൂർവ്വപിതാക്കന്മാരുടെ മക്കളാണ് നിങ്ങളും ഞാനും. ഈ സഭയിൽ രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിക്കണം. രക്തം ചിന്തി മരിച്ചവർ സഭയുടെ കൊമ്പുകളെ ഉയർത്തിയെങ്കിൽ വിശുദ്ധ ജീവിതത്താൽ പാപത്തിൻ്റെ വേരുകളെ അറുത്ത് കളഞ്ഞവരിൽ അഗ്രഗണ്യനായ പരിശുദ്ധ പരിമല തിരുമേനിയുടെയും പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെയും സ്വർഗീയ ജീവിതത്താൽ ധന്യമാക്കപ്പെട്ട ഈ സഭയിൽ നിങ്ങളും ഞാനും രക്തസാക്ഷികളാകേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. വിശുദ്ധിയുടെ ജീവിതം പരിശുദ്ധ സഭയുടെ കൊമ്പുകൾ ഉയരുവാൻ കൂടുതൽ കാരണമായി തീരുന്നു. ആ കൊമ്പുകൾ ഉയർത്തുവാൻ, പരിശുദ്ധ സഭയുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുവാൻ നിങ്ങളുടെയും എൻ്റെയും ജീവിതം ശ്രേഷ്ഠമായി തീരട്ടെ. പരിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ്റെയും പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെയും ജീവിതം നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം ആ ജീവിതത്തെ പോലെ ധന്യമാക്കാം. എങ്ങനെ ധന്യമാക്കാം? പാപത്തിൻ്റെ വേരുകളെ അറുത്ത് കളഞ്ഞ് സ്വർഗീയ സ്നേഹം, ദൈവിക സ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവസ്നേഹം പങ്കുവെക്കുന്ന സഭാമക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും എനിക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ ഭാഷിച്ചു നീ
തകസപാന ചെയ്തോ മൃതരായോരേ നാശം നീക്കി ജീവിപ്പേ കർത്താവും ദൈവമേ, കടങ്ങളെ പരിഹാരത്തിനും പാവമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുവുമ്പാകളമോ പ്രസന്നയ്ക്കും വേണ്ടി വിലയേറുതാ നിന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്ന നിന്റെ ഈ ആരാധകരുടെ ഈ സമൂഹത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്ന മേലും നൽകുന്നവരുടെ മേലും പരിശ്രമത്തിൽ സംബന്ധിച്ചുള്ളവരും സമ്മതിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവേ നദിയോ മഹിമാമോടി സഹദീന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാക. ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവേ ശമിസിഹ ഞങ്ങൾ ഭക്ഷിച്ചതിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തെന്ന പുണ്യപ്രദമാ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിന്നെ എല്ലാ നാവും സ്തുതി പാടും. ദൈവിക മേശയിൽ നിന്ന് ആനന്ദം അനുഭവിച്ചിരിക്കുന്ന ഞങ്ങൾ നിനക്ക് കൃതജ്ഞത അർപ്പിക്കുകയും നിന്റെ മനുഷ്യസ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും നീക്കും ഇടപെടാസേറ്റുന്നു. ഹശാ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല ഉന്നയിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലൗൽ മീ. ആമേൻ. ജീവപ്രദമാ തിരുവചനം ഘോഷിച്ചിടാൻ പത്രോസ് പൗലോ സ്ലീഹന്മാരിക യാത്ര തിരിച്ചു. യെരൂശലേം മുതൽ റോമാവരെയും വീറോടോടി സംപ്രാപിച്ചു നാഥനിൽ നിന്നും നീതികിരീടം. അതിനു വേണ്ടി കുരിശിൽ മരിച്ചു പത്രോസ്ലീഹാം. വാൾവായ് തലമേൽ തലയർപ്പിച്ചു പൗലോസ്ലീഹാം. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സ്ലീഹന്മാരെ. കർത്താവേതൽ പ്രാർത്ഥനയാൽ ഞങ്ങൾക്കെന്നും ശരണം. ധന്മാരും നാഥ പുണ്യം നൽകി
വിളിച്ചോർക്കും. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപരിഹാരപ്രദമാവുന്ന ഈ കർത്തൃമേശയിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോവുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചവരോട് ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായുടെ റോഷ്മിയാൽ മുദ്രപ്പെട്ടിരിക്കുന്നവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കുകയും വിശ്വാസികളായ നിങ്ങൾ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളെ പ്രാർത്ഥനയാൽ കരുണകൾക്കപ്പെട്ട് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ഉല്ലസിച്ച് സമാധാനത്തോടെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക.
പരനുടെ പരിമള ഭാജനമേ പരുമലമരുമാൻ തീരണമേ. വിളയച്ചവനെ സുരവര സംഹിതനായകനെ സ്വജനത്തിനു വരദായകനെ മംഗളമായി തീരണമേ. ഞങ്ങളെ കാക്കണമേ യേശു മറിയ സുധാ. വർദ്ധിക്കുമാർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമാം സ്ലീഹർക്കും ഭാഗ്യം സിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാച്ചിറകുകൾ ഉന്നത പദമേറി മുറിയോറാകെ മേലേനുവാദാരേ. നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ അടികളെയും പതിനായിരം പതിനായിരങ്ങളാലും പ്രകീർത്തിക്കപ്പെട്ട് ആഘോഷിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനായ ദൈവം തമ്പുരാൻ തൻ്റെ രൂപത്തിലും ഛായയിലും അവിടുന്ന് സൃഷ്ടിച്ച നാം എല്ലാവരുടെയും വായ്കളിൽ നിന്നും അധരങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നുമുള്ള എല്ലാ സ്തോത്രങ്ങളെയും എല്ലാ കീർത്തനങ്ങളെയും ആരാധനകളെയും നേർച്ചകളെയും കാഴ്ചകളെയും കൈക്കൊണ്ട് നമ്മെയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് തൻ്റെ മക്കളാക്കി തീർക്കുമാറാകട്ടെ. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെയുള്ളതിനാൽ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഞാൻ നിന്നോടുകൂടെയുണ്ടെന്ന് ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വലിയവനായ മോശയോടും യോശുവ ദീർഘദർശിയോടും അഹറോനോടും ഏലിയാസാറിനോടും ഷൗമേൽ ദീർഘദർശിയോടും ഏലിയ പ്രവാചകനോടും ഏലിശാ ദീർഘദർശിയോടും നമ്മുടെ പ്രവാചകന്മാരോടും പിതാക്കന്മാരോടും അരുളി ചെയ്ത ദൈവം തമ്പുരാൻ നമ്മുടെ വഴിയാത്രകളിലും നമ്മളോടുകൂടെ ഇരുന്ന് അവിടുന്ന് തൻ്റെ സ്ലീബായുടെ ചെറിയ കീഴിൽ കാത്ത് സംരക്ഷിക്കുമാർ. ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചുകൊള്ളുവീനെന്ന് വലത്തുഭാൻ ദൈവമായ കർത്താവ് നാം ഏവർക്കും നമ്മുടെ വാങ്ങിപ്പോയവർക്കും സംഗതിയാക്കി തീർക്കുമാറാകട്ടെ. ആയത് ദൈവജനനിയും ദൈവപ്രസവിത്രിയും മാലാഖമാരുടെ രാജ്ഞിയും രണ്ടാം സ്വർഗവുമായി തീർന്ന പരിശുദ്ധ കന്യമർത്തമറിയാം അമ്മയുടെയും ഈ വലിയ പള്ളിയുടെ കാവൽ പിതാക്കന്മാരും ഇന്ന് നാം ആരുടെയോ രക്തസാക്ഷിത്വ പെരുന്നാൾ കൊണ്ടാടുന്നു. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും നമ്മുടെ പിതാക്കന്മാരുമായ പരിശുദ്ധ മാർ പത്രോസ് ശ്ലീഹായുടെയും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെയും ഇന്ത്യയുടെ അപ്പോസ്തലനായ പരിശുദ്ധ മോത്തോമാ ശ്ലീഹായുടെയും മോർ ഗീവർഗീസ് സഹോദായുടെയും മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ പരിശുദ്ധ പരിമല മാർ ഗ്രിഗോറിയോസിൻ്റെയും പരിശുദ്ധ വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസിൻ്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.